ജോൺ വിക്ക് എന്നാണ് നമ്മുടെ നായകന്റെ പേര്. ആ ഒരു സാധാരണക്കാരനാണ്. പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ വിരമിച്ചിട്ട് ഇപ്പൊ പുള്ളി സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് പുള്ളിയുടെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം കടന്നു വന്നത്. പുള്ളിയുടെ ഭാര്യ മരിച്ചുപോയി. ഹെലൻ എന്നായിരുന്നു ഭാര്യയുടെ പേര്. എന്തോ ഒരു അസുഖത്തെ തുടർന്നിട്ടാണ് അവൾ മരിച്ചുപോയത്. ഈ ജോൺ വിക്കിനെ സംബന്ധിച്ച് ഭാര്യ എന്ന് പറയുന്നത് പുള്ളിക്ക് ജീവനായിരുന്നു. പുള്ളിയുടെ ലൈഫിലേക്ക് പുള്ളിയുടെ ഭാര്യ വന്നതിന് ശേഷമാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ വിട്ടത്. ആ ജോലി എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, പുള്ളി ഒരു സാധാരണക്കാരനായിരുന്നു. സാധാരണക്കാരൻ. അങ്ങനെ രണ്ട് ശരീരവും ഒരു ആത്മാവുമായിട്ടായിരുന്നു അവർ ഇത്രയും കാലം ജീവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ വിയോഗം. അത് ജോൺ വിക്കിനെ വല്ലാതെ അങ്ങോട്ട് തളർത്തി കളഞ്ഞു. ഇന്നത്തെ ദിവസം പുള്ളി ഭാര്യയുടെ ഫ്യൂണറലിന് വേണ്ടിയിട്ട് സെമിത്തേരിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഫ്യൂണറലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ജോൺ വിക്കിന്റെ പഴയ ഒരു കൊളീഗ് അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് മാർക്കസ് എന്നാണ്. ജോൺ വിക്കിന്റെ ഭാര്യ മരിച്ചത് അറിഞ്ഞിട്ടാണ് മാർക്കസ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. മാർക്കസിനെ ഒന്ന് കാണുമ്പോഴാണ് ജോൺ വിക്കിന് ശരിക്കും ആശ്വാസമാകുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും കാലമായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. എന്നാൽ ആ തെറ്റുകൾക്കുള്ള പണിഷ്മെന്റ് മൊത്തം കിട്ടിയത് എന്റെ ഭാര്യയ്ക്കാണ്. അവൾക്ക് ഒരിക്കലും ഈ അസുഖം വരാൻ പാടില്ലായിരുന്നു. ശരിക്കും മരിക്കേണ്ടത് ഞാനായിരുന്നു എന്നൊക്കെയാണ് ജോൺ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോ, നോക്ക് ജോൺ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നീ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും നിന്റെ വിശേഷം ഒന്ന് തിരക്കാൻ വന്നതാണ്. പിന്നെ നിന്നോടൊരു ഗുഡ് ബൈ കൂടെ പറയണം തോന്നി എന്ന് പറഞ്ഞിട്ട് മാർക്കസ് അവിടെ നിന്ന് പോവാണ്. അയാൾ ആ ഗുഡ് ബൈ പറഞ്ഞതിൽ ഒരു ഇന്നർ മീനിങ് ഉണ്ടായിരുന്നു. അതായത് ഇനി എന്ത് പ്രശ്നം വന്നാലും ജോൺ വിക്ക് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരരുത്. അത് ഉദ്ദേശിച്ചിട്ടാണ് മാർക്കസ് ഒരു ഗുഡ് ബൈ പറഞ്ഞത്. അങ്ങനെ സമയം രാത്രി. ജോൺ വിക്ക് ഇപ്പൊ വീട്ടിലാണ്. ഈ സമയത്താണ് ഒരു കൊറിയർ ലേഡി കൊണ്ട് വരുന്നത്. അവിടെ എന്തോ ഒരു കൊറിയർ ഉണ്ട്. അങ്ങനെ കൊറിയർ വാങ്ങിയതിനു ശേഷം ജോൺ ആ പേപ്പേഴ്സ് ഒക്കെ ഒപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് വീടിന്റെ അകത്തേക്ക് ചെന്നിട്ട് ആ കൊറിയർ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ കൊറിയർ കാണുമ്പോൾ അവന് വല്ലാത്തൊരു വിഷമമാണ് വരുന്നത്. കാരണം അവന്റെ ഭാര്യ അവസാനമായിട്ട് അവൻ അയച്ച ഒരു സമ്മാനമായിരുന്നത് അതൊരു ചെറിയ പട്ടിക്കുട്ടിയാണ്. മാത്രമല്ല അവളുടെ ഒരു ലെറ്ററും ആ ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൽ അവൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതിൽ നീ എന്നോട് ക്ഷമിക്കണം ജോൺ. എനിക്കറിയാം നീ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഞാനില്ലാത്ത സ്ഥിതിക്ക് നിനക്ക് സ്നേഹിക്കാൻ എന്തെങ്കിലും ഒന്ന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ പട്ടിക്കുട്ടി ഞാൻ നിനക്ക് സമ്മാനിച്ചത് എന്നാണ് അവൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഭാര്യയുടെ സമ്മാനമായതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെയാണ് അവൻ ആ പട്ടിക്കുട്ടിയെ എടുക്കുന്നത്. അതിന്റെ പേര് ഡെയ്സി എന്നാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ജോണിന്റെ കൂട്ടായിട്ട് ഈ ഡെയ്സി മാത്രമേ ഉള്ളൂ. ഭാര്യയെ കൂടാതെ ജോണിന് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അത് അവന്റെ ഒരു 70 മോഡൽ കാറാണ്. ഒരു മസ്റ്റാങ് GT ആണ്. അതിലാണ് ജോണിന്റെ യാത്ര മൊത്തം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ജോൺ പുറത്തേക്ക് പോവാണ്. അതിൽ മെയിൻ ആയിട്ട് പട്ടിക്കുട്ടിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങണം. അതൊക്കെയാണ് അവന്റെ ഇന്നത്തെ പ്രോഗ്രാം. അങ്ങനെ കാറിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി അവനൊരു പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഒരു ഗ്യാങ് പിള്ളേർ അങ്ങോട്ട് വരുന്നത്. ഈ ഗ്യാങ്ങിന്റെ ലീഡറുടെ പേര് യോസഫ് എന്നാണ്. അവനെ അവിടെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോണിന്റെ കാർ അവൻ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ യോസഫിന് ആ കാർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഈ കാർ കൊടുക്കുന്നുണ്ടോ എന്നാണ് യോസഫ് ജോണിന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ ജോണിനെ സംബന്ധിച്ചിട്ട് ഈ കാർ വളരെ പ്രിയപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇല്ല, ഇത് കൊടുക്കുന്നില്ല എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത്. എന്നാൽ ഈ യോസഫ് എന്ന് പറയുന്നത് ഒരു ഡോണിന്റെ മകനാണ്. ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനത് കിട്ടിയേ പറ്റൂ. ആ കാർ കൊടുക്കുന്നില്ല എന്ന് ജോൺ പറയുമ്പോൾ യോസഫിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ റഷ്യൻ ഭാഷയിൽ ജോണിനെ തെറി പറയാൻ തുടങ്ങി. എന്നാൽ ജോണിനും റഷ്യൻ അറിയാം. അതുകൊണ്ട് അതേ ഭാഷയിൽ അവൻ യോസഫിനെയും തെറി പറയാം. അങ്ങനെ അവര് തമ്മിൽ ഒരു വാക്കുതർക്കൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ യോസഫിന്റെ ബാക്കി ഫ്രണ്ട്സ് അങ്ങോട്ട് വന്നിട്ടാണ് അവൻ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നത്. ഈ സമയം ജോൺ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ജോൺ നേരെ പോകുന്നത് ഒരു ഗ്രൗണ്ടിലേക്കാണ്. ഇവനൊരു കിടിലൻ ഡ്രൈവറും കൂടെയാണ്. എന്നാൽ കുറെ കാലമായിട്ട് അവനിങ്ങനെ റാഷായിട്ട് ഡ്രൈവിംഗ് ഒന്നും ചെയ്യാറില്ല. അവന്റെ സ്കില്ലൊക്കെ ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ കാർ അങ്ങോട്ട് ആ ഗ്രൗണ്ടിലേക്ക് ചെന്നിരിക്കുന്നത്. അതിനുശേഷം അവൻ അവിടെ ആ ഡ്രൈവിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഡ്രൈവിംഗിന്റെ പരിശീലനമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് അവൻ വീട്ടിലേക്ക് എത്തിയത്. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ അവന്റെ പട്ടിക്കുട്ടിയും കെട്ടിപ്പിടിച്ച് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങാണ്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആ പട്ടിക്കുട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത്. പട്ടി എന്താ മൂത്രയിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് പോയത് എന്നാണ് ജോൺ വിചാരിച്ചത്. കാരണം പട്ടിയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. എന്നാൽ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അത് മൂത്രയിക്കാനായിരുന്നില്ല എന്ന കാര്യം ജോണിന് മനസ്സിലാവുന്നത്. ആ യോസഫും ഗ്യാങ്ങും അങ്ങോട്ട് വന്നിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ അവർ ജോണിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ കാർ എടുക്കണം, അതിനുവേണ്ടി അതിന്റെ കീ എടുക്കാനാണ് അവർ ആ വീട്ടിന്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത്. അങ്ങനെ ജോണിനെ അടിച്ച് അവശനാക്കിയിട്ട് അവന്റെ പട്ടിക്കുട്ടിയെ കൊന്നു കളഞ്ഞിട്ടാണ് അവന്മാർ ആ കാറിന്റെ കീ എടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് ജോണിന് ബോധം വരുമ്പോ അവൻ അത്രയും പ്രിയപ്പെട്ട ആ പട്ടിക്കുട്ടി അവന്റെ മുന്നിൽ ഇങ്ങനെ ചത്തു കിടക്കാണ്. വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു അവന്. ആദ്യം തന്റെ ഭാര്യ മരിച്ചു, ഇപ്പോൾ അവൾ അവസാനമായിട്ട് അവന് കൊടുത്ത സമ്മാനമായ പട്ടിക്കുട്ടിയും ചത്തു. ഇനി അവന്റെ അങ്ങോട്ടുള്ള ജീവിതം ഒറ്റയ്ക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ ആ പട്ടിക്കുട്ടിയെ മറവ് ചെയ്യാണ്. ആ പട്ടിക്കുട്ടിയെ കുടിച്ചിടുന്ന സമയത്ത് അവന് വല്ലാത്തൊരു ദേഷ്യം വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവന്മാരെ കണ്ടെത്തണം, അതാണ് അവന്റെ മനസ്സിലിപ്പോ. ഇതേ സമയം യോസഫും കൂട്ടരും ആ കാറുമായിട്ട് നേരെ പോയിരിക്കുന്നത് ഒറേലിയോ എന്ന് പറഞ്ഞ ഒരുത്തിന്റെ വർക്ക്ഷോപ്പിലേക്കാണ്. ആ കാറിന് പുതിയൊരു നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കണം, പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബുക്കും പേപ്പർ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് അവരുടെ ആവശ്യം. ഈ ഒറേലിയോ എന്ന് പറയുന്നത് ഈ യോസഫിന്റെ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. എന്നാൽ ആ കാർ കാണുമ്പോൾ ഒറേലിയോക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം അത് ജോൺ വിക്കിന്റെ കാറാണ് എന്ന കാര്യം ഒറേലിയോക്ക് അറിയാം. അതുകൊണ്ട് തന്നെ യോസഫ് പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ ചെയ്തു കൊടുക്കുന്നില്ല. മാത്രമല്ല കാറിന്റെ കാര്യങ്ങളൊന്നും ശരിയാക്കി തരില്ല എന്ന് പറഞ്ഞപ്പോ യോസഫ് ഒറേലിയോയുടെ മെക്കെട്ട് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറേലിയോ അവന്റെ മൂന്നക്കെട്ട് ഒരു ഇടിയും വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയി കുറച്ച് സമയം കഴിയുമ്പോൾ ജോൺ വിക്കും നേരെ ഒറേലിയോയുടെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. ജോൺ വിക്കിനെ കണ്ടപ്പോൾ തന്നെ അവൻ എന്തിനാണ്
അങ്ങോട്ട് വന്നത് എന്ന കാര്യം ഒറേലിയോക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ യോസഫിന്റെ മുഴുവൻ കാര്യങ്ങളും ഒറേലിയോ ഇപ്പൊ ജോണിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ യോസഫ് എന്ന് പറയുന്നത് വീഗോ എന്ന് പറയുന്ന ഒരു ഡോന്റെ മകനാണ്. ഈ വീഗോയുടെ കൂടെയായിരുന്നു പണ്ട് ജോൺ വിക്കും ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവൻ ആളെ കിട്ടി, പക്ഷെ അവന്റെ കാർ കിട്ടിയിട്ടില്ല. അത് ഉടനെ തന്നെ കണ്ടുപിടിക്കണം. മാത്രമല്ല പട്ടിയെ കൊന്നതിന് അവന് പ്രതികാരം ചെയ്യണം. ഇതാണ് ഇനി ജോണിന്റെ ആവശ്യം. അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് ഒരു കാർ എടുത്തിട്ട് അവൻ യോസഫിനെ അന്വേഷിച്ചിറങ്ങാണ്. അങ്ങനെ ജോൺ വിക്ക് പോയിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഒറേലിയോക്ക് ഒരു കോൾ വരുന്നത്. അത് യോസഫിന്റെ അച്ഛനായ വീഗോ ആണ്. എന്തിനാണ് നീ എന്റെ മകനെ തല്ലിയത് എന്നാണ് വീഗോ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല സാർ, അവൻ ജോൺ വിക്കിന്റെ കാർ അടിച്ചു മാറ്റിയിട്ടാണ് എന്റെ കടയിലേക്ക് വന്നത്. മാത്രമല്ല അവൻ ജോണിന്റെ പട്ടിക്കുട്ടിയെ കൊല്ലുകയും ചെയ്തു. അത്ര മാത്രമേ ഒറേലിയോ പറയുന്നുള്ളൂ. അതെല്ലാം കേൾക്കുമ്പോൾ ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് വീഗോ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ വീഗോ നേരെ ചെല്ലുന്നത് അയാളുടെ മാനേജറുടെ അടുത്തേക്കാണ്. യോസഫ് ഇപ്പൊ എവിടെയാണെങ്കിലും ഉടനെ തന്നെ അവൻ എന്റെ മുന്നിലേക്ക് എത്തിക്കണം എന്നാണ് അയാളുടെ മാനേജറിന് ഓർഡർ കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം യോസഫ് ഇപ്പോ വീഗോയുടെ അടുത്തേക്ക് എത്തി. അവനെ കാണുമ്പോ വീഗോ ആണെങ്കിൽ ഒരു ഗ്ലാസ് മദ്യം അവന് കുടിക്കാൻ കൊടുക്കാണ്. യോസഫ് ആണെങ്കിൽ വേഗം തന്നെ അത് വാങ്ങി കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയത്താണ് വീഗോ അവന്റെ വയറ്റത്തിട്ട് ഒരൊറ്റയിട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവൻ കുടിച്ച മദ്യമൊക്കെ ഛർദ്ദിക്കുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഇടിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം കൂടെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഒരു ജോലിയും കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്നൊക്കെയാണ് അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേക്കുമ്പോ ഞാൻ ഏൽപ്പിച്ച ജോലിയൊക്കെ നീ വിട്ട്, പക്ഷെ നീ ഇന്ന് വേറൊരു കാര്യം ചെയ്തായിരുന്നല്ലോ, അതെന്തിനായിരുന്നു എന്നാണ് വീഗോ ചോദിക്കുന്നത്. അതേക്കുമ്പോ ആ കാർ അടിച്ചു മാറ്റിയ കാര്യമാണ്, അതിനിപ്പോ എന്താ അവൻ വീണ്ടും ചോദിക്കുന്നു. അതേക്കുന്ന വീഗോ ആണെങ്കിൽ പിന്നെയും പിന്നെ അവനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഇടിച്ചൊരു വഴിക്കാക്കിയതിനു ശേഷം വീഗോ കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. നീ ആ കാർ മോഷ്ടിച്ചത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് നിനക്കറിയോ? അവന്റെ പേര് ജോൺ വിക്ക് എന്നാണ്. പണ്ട് അവന്റെ ഒരു ജോലിക്കാരനായിരുന്നു. എല്ലാവരും അവനെ വിളിച്ചിരുന്നത് ബാബായാഗ എന്നാണ്. അതിന്റെ അർത്ഥം എന്താ നിനക്കറിയോ? ചെകുത്താൻ എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവനൊരു ചെകുത്താനല്ല. ഈ ചെകുത്താനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കുകയാണ് എന്ന് നീ ഒന്ന് സങ്കല്പിക്കേ. ആ ഒരു ജോലി ചെയ്യാൻ ഈ ലോകത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ജോൺ വിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അവനെ ബാബായാഗ എന്ന് വിളിക്കുന്നത്. ജോൺ വളരെ വ്യക്തതയോടെ കമ്മിറ്റ്മെന്റോടെ ഉറച്ച തീരുമാനത്തോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവനൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. നിനക്കറിയോ, ഒരിക്കലും ഒരു ബാറിൽ വെച്ച് അവൻ 3 പേരെ കൊല്ലുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് കത്തിയും തോക്കും വെച്ചിട്ടൊന്നല്ല, വെറും പെൻസിൽ കൊണ്ടാണ്. നിമിഷ നേരം കൊണ്ട് പെൻസിൽ വെച്ച് കഴുത്തിൽ കുത്തിയിട്ടാണ് അവൻ ആ 3 ആളുകളെ കൊന്നു കളഞ്ഞത്. അങ്ങനെ ഒരു ദിവസം അവൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ജോലിയെല്ലാം നിർത്തണമെന്ന് പറഞ്ഞു. അതൊരു പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയെ തുറന്നിട്ടാണ്. അവൻ ജോലിയൊക്കെ നിർത്തുക എന്ന് പറഞ്ഞപ്പോ ഞാൻ അവനുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കി. അതായത് ഒരാൾക്കും ചെയ്യാൻ കഴിയാത്തൊരു ജോലി ഞാൻ അവനെ ഏൽപ്പിച്ചു. എന്നാൽ വളരെ വൃത്തിയായിട്ട് തന്നെ അവൻ ആ ജോലി ചെയ്തു തീർക്കുകയും ചെയ്തു. അന്ന് അവൻ കൊന്നു തള്ളിയ ശവശരീരങ്ങൾക്ക് മുകളിലാണ് ഞാൻ എന്റെ ഈ സാമ്രാജ്യം മൊത്തം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തന്റെ ഭാര്യ മരിച്ചിരിക്കുന്ന സമയത്താണ് നീ അവന്റെ കാർ മോഷ്ടിച്ചതും അവന്റെ പട്ടിക്കുട്ടിയെ കൊന്നു കളഞ്ഞതും. അതുകൊണ്ട് ഞാൻ പറയാണ് പൊന്നുമോനെ, ഇവിടെ നിന്ന് പെട്ടെന്ന് സ്കൂട്ടാവാൻ നോക്ക്. അവൻ ഉറപ്പായിട്ട് നിന്നെ തേടി വരും എന്നൊക്കെയാണ് അയാളിങ്ങനെ അയാളുടെ മകന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ അവൻ വീടിന്റെ ഒരു ഫ്ലോർ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എല്ലാ ജോലിയും ഉപേക്ഷിച്ചതിന് ശേഷം അവന്റെ സാധനങ്ങളൊക്കെ ആ ഫ്ലോറിന്റെ അടിയിലാണ് അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് അവനിപ്പോ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് കുറെ തോക്കുകളും പിന്നെ കുറെ ഗോൾഡ് കോയിൻസും ആണ്. അങ്ങനെ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോഴാണ് ജോണിന് ഒരു കോള് വരുന്നത്. അത് വീഗോ ആയിരുന്നു. വീഗോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക് ജോൺ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നീ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം എന്നൊക്കെയാണ് വീഗോ പറയുന്നത്. എന്നാൽ അയാൾ അത് പറഞ്ഞു മുഴുവിപ്പിക്കുമ്പോഴേക്കും ജോൺ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒന്നും പറയാതെ അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തന്നെ അവൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് എന്ന കാര്യം വീഗോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആളുകളെ മൊത്തം ഇറക്കണം എന്നാണ് വീഗോ അയാളുടെ മാനേജറുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ വീഗോ ഏർപ്പാടാക്കിയ കുറെ ആളുകൾ ഇപ്പോ ജോണിനെ തട്ടാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ ജോൺ ആണെങ്കിൽ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു കിടിലൻ ഫൈറ്റ് ആണ് ഞങ്ങൾ നടക്കുന്നത്. അങ്ങനെ അവിടേക്ക് വന്ന മുഴുവൻ ആളുകളെയും കൊന്നു കഴിയുമ്പോഴാണ് പുറത്തൊരാൾ ബെല്ലടിക്കുന്നത്. ജോൺ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അതൊരു പോലീസുകാരനായിരുന്നു. എന്നാൽ ജോൺ അറിയാവുന്ന ഒരു പോലീസുകാരനാണ്. അയാൾ അകത്തേക്ക് നോക്കുമ്പോൾ അകത്ത് കുറെ ആളുകൾ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോ, ഓ ജോൺ, നിങ്ങൾ പിന്നെ ഫീൽഡിലേക്ക് ഇറങ്ങിയോ? ആ പോലീസുകാരൻ ചോദിക്കുന്നു. ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല, അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് റെഡിയാക്കിയതാണ് എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത്. ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ പോലീസുകാരൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജോൺ നേരെ വിളിക്കുന്നത് മറ്റൊരു ടീമിനാണ്. ഞാൻ ജോൺ വിക്ക് ആണ്, 12 പേർക്ക് ഒരു ഡിന്നർ റിസർവേഷൻ വേണം എന്നാണ് അവൻ ആ ഫോണിൽ വിളിച്ചു പറയുന്നത്. ഇതൊരു കോഡ് വാക്കാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ടീം ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് വരാണ്. ഇവരാണ് ഈ റിസർവേഷൻ എടുത്തിരിക്കുന്ന ആള്. ഈ 12 പേർക്ക് റിസർവേഷൻ വേണമെന്ന് പറഞ്ഞത് ജോൺ ഇപ്പൊ കൊന്നു കളഞ്ഞത് 12 പേരെയാണ്. അവരെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് ആ വീട് മൊത്തം ക്ലീൻ ചെയ്യണം. അതാണ് ആ കോഡിന്റെ അർത്ഥം. അങ്ങനെ ഉടനെ തന്നെ അവർ ആ വീട് മൊത്തം ക്ലീൻ ചെയ്ത് അവിടെ കിടന്നിരുന്ന ബോഡി മൊത്തം എടുത്തിട്ട് അവർ വന്ന വണ്ടിയിലേക്ക് കയറ്റാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിയുമ്പോൾ നേരത്തെ അവന്റെ ബോക്സിൽ കണ്ട ഒരു ഗോൾഡ് കോയിനാണ് ജോൺ എടുത്തിട്ട് അയക്ക് കൊടുക്കുന്നത്. അത് വാങ്ങിയതിനു ശേഷം ഇനി ഇതുപോലത്തെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജോൺ വിക്കിനെ കൊല്ലാനുള്ള വീഗോയുടെ ആദ്യത്തെ ശ്രമം പാളി. ഇനിയിപ്പോ അവർ ആലോചിച്ചിട്ട് ഒരു കോൺട്രാക്ട് കില്ലറിനെ ഏൽപ്പിച്ചാലോ എന്നൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി 2 മില്യൺ വരെ മുടക്കാം എന്നാണ് വീഗോ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ യോസഫ് ഉണ്ടല്ലോ, അവനെ ഒരു ഇരയായിട്ട് ഇട്ടുകൊടുത്തിട്ട് ജോൺ വിക്കിനെ പിടിക്കാം എന്നിങ്ങനെയുള്ള
കാര്യങ്ങളൊക്കെയാണ് വീഗോ അയാളുടെ മാനേജറും കൂടെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വീഗോ നേരെ പോകുന്നത് മാർക്കസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇയാളും ഒരു കോൺട്രാക്ട് കില്ലറാണ്. ജോൺ വിക്കിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ വീഗോ മാർക്കസിനാണ് കൊടുക്കുന്നത്. 2 മില്യൺ ഒക്കെ കൊടുക്കാന്ന് പറയുമ്പോൾ മാർക്കസ് ആണ് ഇത് സമ്മതിക്കുകയും ചെയ്യുന്നത്. ഈ സമയം തന്നെ ജോൺ വിക്ക് ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് കോണ്ടിനെന്റൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ്. നമ്മുടെ ഇന്റർനെറ്റിലെ ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഈ അണ്ടർവേൾഡ് ഹോട്ടൽ. ഇവിടുത്തെ ആൾക്കാർ അറിയാതെ ഈ യൂണിവേഴ്സിൽ ഒന്നും നടക്കത്തില്ല. അങ്ങനെ അവൻ വേഗം ചെന്നിട്ട് അവിടെ റൂം എടുക്കുകയാണ്. ഈ സമയം അവൻ അവന്റെ പഴയ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ പേര് പെർക്കിൻസ് എന്നാണ്. അവൻ എല്ലാ ജോലിയും ഉപേക്ഷിച്ചിട്ട് പോയതാണല്ലോ. എന്നിട്ട് പങ്കെടു തിരിച്ചു വന്ന് കാണുമ്പോൾ അവർക്ക് ശരിക്കും അത്ഭുതമായി. നിന്നെ വീണ്ടും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ജോൺ എന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെ റൂമിൽ പോയി അവിടെ നിന്ന് സെറ്റിൽ ആയതിനു ശേഷം ജോൺ നേരെ പോകുന്നത് ആ ഹോട്ടലിലെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ബാറിലേക്കാണ്. അങ്ങനെ ഇതിനകത്തേക്ക് എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ കണ്ട ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ, അതാണ് ഈ ബാറിനകത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവൻ ആ ബാറിനകത്തേക്ക് കയറിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വിൻസ്റ്റൺ എന്നാണ് അയാളുടെ പേര്. ജോണിനെ കാണുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി. അയാൾ നോക്കുമ്പോ ജോണിന്റെ മുഖത്ത് അടി കൊണ്ട പാടൊക്കെ കാണുന്നുണ്ട്. ഇതെന്താണ് ജോൺ, സാധാരണ നീ അങ്ങോട്ട് കൊടുത്താണല്ലോ പതിവ്, ഒന്നും അങ്ങോട്ട് വാങ്ങി കൂട്ടിയ പതിവില്ലല്ലോ, ഇപ്പൊ ഇതെന്ത് പറ്റി എന്നൊക്കെയാണ് വിൻസ്റ്റൺ ചോദിക്കുന്നത്. അതേക്കുമ്പോ കുറെ കാലമായി ഫീൽഡ് വിട്ടിട്ട് പ്രാക്ടീസ് ഇല്ലാത്തതിനെ തുടർന്ന് സംഭവിച്ചതാണ് എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ജോൺ നേരെ വന്ന കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അതായത് വീഗോയുടെ മകനായ യോസഫിനെ അവന് കിട്ടണം. യോസഫ് ഇപ്പൊ എവിടെയാണുള്ളത് എന്നാണ് ജോൺ വിൻസ്റ്റൺ അടുത്ത് ചോദിക്കുന്നത്. അതേക്കും വിൻസ്റ്റൺ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അങ്ങനെ ചുമ്മാ ഒരാളെ കാണാൻ കണ്ട് വരത്തില്ല എന്നെനിക്കറിയാം. നീ ഈ ഫീൽഡ് ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ, എന്നിട്ട് നീ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നതാണോ? ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് നീ ഈ തീരുമാനം എടുത്തത് എന്നൊക്കെയാണ് വിൻസ്റ്റൺ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേക്കുമ്പോ ഞാൻ ഈ ഫീൽഡിലേക്ക് തിരിച്ചു വന്നിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കറങ്ങാൻ വന്നതാണ് എന്നാണ് ജോൺ പറയുന്നത്. ഓക്കെ ജോൺ, പക്ഷെ നിനക്ക് ഈ കോണ്ടിനെന്റലിന്റെ നിയമമൊക്കെ അറിയാലോ. ഈ ഹോട്ടലിന്റെ പരിസരത്ത് വെച്ചിട്ട് ഒരു ബിസിനസ്സിൽ നീ ഏർപ്പെടാൻ പാടില്ല. അത് ഇവിടുത്തെ നിയമങ്ങളെ തെറ്റിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരാൾ നിയമം തെറ്റിക്കുകയാണെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് വളരെ വലുതായിരിക്കും എന്നൊക്കെയാണ് വിൻസ്റ്റൺ പറയുന്നത്. അതേക്കുമ്പോ ഞാൻ ഇവിടുത്തെ നിയമങ്ങൾ തെറ്റിക്കാൻ വന്നൊന്നുമല്ല, എനിക്ക് അവനെ ഒന്ന് കാണണം, ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ജോൺ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ജോൺ അവിടുത്തെ ബാറിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ലേഡിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ആ ലേഡി അവനൊരു കോംപ്ലിമെന്ററി ഡ്രിങ്ക് കൊടുക്കുന്നത്. ആ ഡ്രിങ്കിന്റെ അടിയിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൽ റെഡ് സർക്കിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ മെസ്സേജ് അവന് കൊടുത്തത് ആ വിൻസ്റ്റൺ ആണ്. റെഡ് സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ബാറിന്റെ പേരാണ്. അവിടെയാണ് യോസഫ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ജോൺ നേരെ പോകുന്നത് അവന്റെ റൂമിലേക്കാണ്. അതിനുശേഷം അവന്റെ കോട്ടും സ്യൂട്ടൊക്കെ എടുത്തിടാൻ തുടങ്ങി. മാത്രമല്ല ചില ആയുധങ്ങളും അവൻ കയ്യിലെടുക്കുന്നുണ്ട്. ഇതേ സമയം റെഡ് സർക്കിൾ എന്ന ബാറിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇപ്പൊ യോസഫ് ഉള്ളത്. ജോൺ അവനെ അന്വേഷിച്ചിട്ട് ഉറപ്പായിട്ട് അങ്ങോട്ട് വരും എന്ന കാര്യം വീഗോയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അവിടെ വെച്ചിട്ട് കൊല്ലാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെയും വീഗോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയുടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.